എൻ്റെ വെയിറ്റ് ലോസ് ജേണിയിലേ എനിക്ക് ഒരുപാട് ഹെൽപ്ഫുള്ളായിട്ടുള്ള ഒരു റെസിപ്പിയാണ് ഞാനിന്ന് ഷെയർ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഇതിന് വേണ്ടിയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ആണ് ചെറിയുള്ളി, മല്ലിയില, സവാള, പുതിന, കറിവേപ്പില, മുരിങ്ങയില, പിന്നെ പച്ചമുളക്, ഇഞ്ചി, രാഗിപ്പൊടി. ഇത്ര സാധനങ്ങളാണ് നമുക്ക് ആവശ്യം. അപ്പോൾ മുരിങ്ങയില മസ്റ്റാണ് കേട്ടോ ഈ റെസിപ്പിക്ക്. പിന്നെ ഫൈബർ റിച്ചും കൂടി ആണല്ലോ മുരിങ്ങയില, അപ്പോൾ തീർച്ചയായിട്ടും ഇത് മസ്റ്റായിട്ട് യൂസ് ചെയ്യണം. ഇനി ഇത് എല്ലാം കൂടി നമുക്ക് നമ്മളുടെ ഉള്ളി, ഇഞ്ചി, പച്ചമുളക് ഇതൊക്കെ ഒന്ന് ഫൈനായിട്ട് ഒന്ന് ചോപ്പ് ചെയ്തിട്ട് മാറ്റി വെക്കാം. വളരെ ഈസി ആയിട്ട് തയ്യാറാക്കാൻ പറ്റുന്ന നല്ല ഹെൽത്തിയും പിന്നെ നല്ല ഫില്ലിംഗ് ആയിട്ടുള്ള പെട്ടെന്ന് വിശക്കൊന്നും ചെയ്യാത്ത നല്ലൊരു ഈസി റെസിപ്പിയാണ്. ഇതൊരു സൗത്ത് ഇന്ത്യൻ റെസിപ്പിയാണ്. എന്താ പറയുക, എനിക്ക് എൻ്റെ ഡയറ്റിൽ എനിക്ക് ഒരുപാട് ഉപയോഗപ്പെട്ടിട്ടുള്ള ഒരു റെസിപ്പിയാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടുള്ള റെസിപ്പിയാണ്. അപ്പോൾ ഇത് തയ്യാറാക്കണത് എങ്ങനെയെന്ന് നോക്കാം നമുക്ക്. അപ്പോൾ ആദ്യം തന്നെ ഞാനൊരു പാന് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇതിലോട്ട് ഒരു 1.5 ടീസ്പൂൺ അളവിൽ വെളിച്ചെണ്ണയാണ് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. വെളിച്ചെണ്ണ ചൂടാകുമ്പോൾ നമ്മൾ അരിഞ്ഞ് വെച്ചിട്ടുള്ള സവാള നമുക്ക് ചേർത്ത് കൊടുക്കാം. പൊടിയായി അരിഞ്ഞിട്ടുള്ള സവാള പിന്നെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് ഒന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ ഈ ഒരു സ്റ്റേജിൽ നമ്മൾ ഇതിലോട്ട് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നില്ല. പകരം നമ്മൾ ഉപ്പ് ചേർത്ത് കൊടുക്കുന്നത് നമ്മളിതെല്ലാം തയ്യാറാക്കി നമ്മളുടെ മാവിലേക്കാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഇതിലോട്ട് ഞാൻ ചെറിയുള്ളി ഇട്ട് കൊടുത്ത് ഒന്ന് വഴറ്റി കൊടുത്ത് അതൊന്ന് സോട്ടായപ്പോൾ ഇഞ്ചി, പച്ചമുളക്, പിന്നെ കറിവേപ്പില ഇതും ചേർത്തിട്ട് നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കാം. അപ്പോൾ ആ ഇഞ്ചിയുടെ പച്ചമുളകിൻ്റെ ഒക്കെ പച്ചച്ചോവ ഒരു കുത്തൽ മാറുന്നത് വരെ ഒന്ന് വഴറ്റിയതിൻ്റെ ശേഷം മല്ലിയിലും പുതിനയും കൂടി ചേർത്ത് കൊടുക്കുക. പിന്നെ മുരിങ്ങയിലും ചേർത്തിട്ട് നന്നായിട്ട് ഒന്നുകൊണ്ട് മിക്സ് ചെയ്തിട്ടുണ്ട് എടുക്കാം. പിന്നെ ഇതിപ്പോൾ നന്നായി മിക്സ് ചെയ്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ഫ്ലെയിം കൊണ്ട് ഓഫാക്കി കൊടുക്കാം നമുക്ക്. ഫ്ലെയിം ഓഫാക്കിയതിൻ്റെ ശേഷം ഇപ്പോൾ ഞാൻ 1 കപ്പാണ് രാഗിപ്പൊടി എടുത്തിട്ടുള്ളത്. അത് ഞാൻ മുഴുവനേ ചേർത്ത് കൊടുക്കുന്നില്ല. നമുക്ക് ആവശ്യമായിട്ടുള്ള ഇത് മാത്രം നമുക്ക് ചേർത്ത് കൊടുത്താൽ മതി. നമ്മൾ എടുക്കുന്ന ഇൻഗ്രീഡിയൻസ് എത്ര ആണോ അതിനനുസരിച്ചുള്ള ഇത് പൊടി നമുക്ക് ചേർത്ത് കൊടുത്താൽ മതി. ഇനി ആ ചൂട് പാനിൽ തന്നെ നമുക്ക് ഈ പൊടി നന്നായിട്ടൊന്ന് യോജിപ്പിച്ച് കൊടുക്കാം. അപ്പോൾ ഞാൻ ഏകദേശം ഇവിടെ ഒരു 3/4 കപ്പിലും കൂടുതൽ ഞാൻ പൊടി എടുത്തിട്ടുണ്ട്. അപ്പോൾ അത് നന്നായിട്ടൊന്ന് യോജിപ്പിച്ചതിൻ്റെ ശേഷം നമുക്കത് ചൂടോട് കൂടിയിട്ട് തന്നെ ഒരു ബൗളിലോട്ട് ഇട്ട് കൊടുത്തതിൻ്റെ ശേഷം ഇത് നന്നായിട്ട് കുഴച്ചെടുക്കണം. അപ്പം അതിന് വേണ്ടിയിട്ട് ഞാനിതാ ഒരു ബൗൾ എടുത്തിട്ടുണ്ട്. ആ ബൗളിലോട്ട് ഞാൻ നമ്മളുടെ പൊടി ചേർത്ത് കൊടുക്കുകയാണ്. അതും കൂടി ചേർത്ത് കൊടുത്തിട്ട് പാകത്തിനുള്ള ഉപ്പ് കൂടി ഞാനിവിടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ചേർത്ത് കൊടുത്തതിൻ്റെ ശേഷം ഇത് നല്ലാതും കൂടി കൈ വെച്ചിട്ട് നന്നായി തിരുമ്മി യോജിപ്പിച്ചെടുത്തതിൻ്റെ ശേഷം നമുക്ക് പാകത്തിന് സാധാ പച്ചവെള്ളം തന്നെ പാകത്തിന് വെള്ളം ഒഴിച്ചിട്ട് ഇത് നന്നായിട്ട് സോഫ്റ്റായിട്ടൊന്ന് കുഴച്ചെടുക്കാം. പിന്നെ ഇത് ചിലവർ പല ആൾക്കാരും പല രീതിയിൽ ചെയ്യുന്നുണ്ട്. ചിലവർ ഇങ്ങനെ വയറ്റാതെ ഡയറക്റ്റായിട്ട് ചെയ്യുന്നുണ്ട്. പക്ഷേ എനിക്ക് കൂടുതൽ പേഴ്സണലി ഇഷ്ടം, എനിക്ക് ടേസ്റ്റ് വൈസ് ഓക്കെ ആയിട്ടുള്ള ഇത് ഈ രീതിയിൽ ചെയ്തപ്പോഴാണ് എനിക്ക് കൂടുതൽ ഇഷ്ടപ്പെട്ടത്. അപ്പോൾ അത് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. ഇനി ആ ഒരു ടൈമിൽ നമുക്ക് ഇതിന് വേണ്ടിയിട്ടുള്ളൊരു ചമ്മന്തി തയ്യാറാക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് തേങ്ങ ചിരവിയിട്ട് കൊടുക്കുന്നുണ്ട് മിക്സിയുടെ ജാറിലേക്ക്. ചെറിയുള്ളി, ഇഞ്ചി, പച്ചമുളക്, മല്ലിയില, പുതിന, കറിവേപ്പില, പിന്നെ പുളിയും ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്തിട്ട് കുറച്ച് വെള്ളം ജസ്റ്റ് ഒന്ന് ഒരു എന്താണ് ലൂസായിട്ടുള്ള ടെക്സ്ചറിലല്ല, ജസ്റ്റ് ഒന്ന് അങ്ങനെ ഒരു ഒതുക്കിയ ഒരു രീതിയിലുണ്ടല്ലോ. അപ്പോൾ അധികം വെള്ളമില്ലാത്തൊരു കൺസിസ്റ്റൻസി ആ ഒരു രീതിയിൽ നമുക്കിത് അരച്ചെടുക്കാം. ഇനി നമുക്ക് നമ്മൾ തയ്യാറാക്കി വെച്ചിട്ടുള്ള ഈ മാവിൽ നിന്ന് ബോൾസ് ആക്കിയിട്ട് ഉരുട്ടിയെടുക്കാം. അപ്പോൾ ഞാനിവിടെ ചെറിയ ബോൾസ് ആക്കിയിട്ടാണ് എടുത്തിട്ടുള്ളത്. ചെറിയ ഒരു 2 ഇതിപ്പോൾ കൂടുതലുണ്ട്. ഇതിപ്പോൾ മൊത്തം നമുക്ക് കഴിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ബാക്കിയുള്ളത് എന്താ വെച്ചാൽ ഞാൻ പറഞ്ഞു തരാം. അപ്പോൾ ഞാൻ ഇവിടെ അത് ബോൾസ് ആക്കിയത് ഒരു വാഴയിലേക്ക് എടുത്തിട്ട് ഞാനങ്ങനെ പരത്തി കൊടുക്കുന്നുണ്ട്. വാഴ ഇല്ലെങ്കിൽ ഫോയിലോ പ്ലേറ്റോ എന്ത് വേണമെങ്കിലും നമുക്ക് ഇങ്ങനെ പരത്തി കൊടുത്തിട്ട് ചുട്ടെടുക്കാവുന്നതാണ്. അപ്പോൾ അത് നല്ല തിന്നായിട്ടാണ്. സംഭവം വളരെ ചെറുതാണ്, വളരെ ചെറിയ രീതിയിൽ ഷേപ്പാണ്, വളരെ ചെറുതാണ്. ചെറിയ ചപ്പാത്തി, ചെറിയ പത്തിരി എന്നൊക്കെ പറയില്ല, അതുപോലെ ചെറിയ അടയാണ് നമ്മൾ തയ്യാറാക്കുന്നത്. അപ്പോൾ ഒരു ദോശത്തവ വെച്ച് കൊടുത്തിട്ടുണ്ട്. എണ്ണ ഒന്ന് സ്പ്രെഡ് ചെയ്തതിന് ശേഷം വെളിച്ചെണ്ണ തന്നെയാണ് ഞാൻ സ്പ്രെഡ് ചെയ്തിട്ട് കൊടുത്തിട്ടുള്ളത്. വെളിച്ചെണ്ണ അല്ലെങ്കിൽ നല്ലെണ്ണ ഏതെങ്കിലും സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ട്, ഇനി നെയ്യ് വേണമെങ്കിൽ ലേശം നെയ്യായാലും കുഴപ്പമില്ല, അത് ചേർത്ത് കൊടുത്തിട്ട് നമുക്കിത് ഇങ്ങനെ തിരിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ വാഴല വെച്ചുടനെ പെട്ടെന്ന് നമ്മൾ വാഴല ഊരിയെടുക്കരുത്, അത് പെട്ടെന്ന് ഒട്ടിപ്പോരും.
അപ്പോൾ അത് ശ്രദ്ധിക്കുക. അപ്പോൾ 1 സെക്കൻഡ് 2 സെക്കൻഡ് കഴിഞ്ഞതിന് ശേഷം നമുക്ക് വായിലെടുത്ത് മാറ്റിയാൽ മതി. അപ്പോൾ ഇത് തിരിച്ചും മറിച്ചും ചുട്ടെടുക്കുക. ബാക്കിയുള്ളത് ഞാനിപ്പോൾ ഇവിടെ 3 എണ്ണമാണ് ചുട്ടെടുത്തിട്ടുള്ളത്. ബാക്കി 2 എണ്ണം ഞാൻ 3 എണ്ണം എടുക്കാൻ കാരണം 2 എണ്ണം കഴിച്ചാൽ മതി. 2 എണ്ണം കഴിച്ചാൽ തന്നെ അത്യാവശ്യം ഫില്ലിംഗ് ആയിട്ടുള്ളതാണ് ഈ ചമ്മന്തി കൂട്ടി കഴിച്ചാൽ. അപ്പോൾ നിങ്ങൾക്കിത് ഒന്നില്ലെങ്കിൽ ഡിന്നറായിട്ട് യൂസ് ചെയ്യാം, അല്ലെങ്കിൽ ബ്രേക്ക്ഫാസ്റ്റോ ലഞ്ചോ ഏത് വേണമെങ്കിൽ സബ്സ്റ്റിറ്റ്യൂട്ടായിട്ട് നിങ്ങൾക്ക് ഉപയോഗിക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മളുടെ സിമ്പിളായിട്ടുള്ള റെസിപ്പി. അപ്പോൾ ഞാനിവിടെ 3 എണ്ണം ചുട്ടെടുത്തത് ഇനി മക്കൾക്ക് ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ 1 എണ്ണം കൊടുക്കുക, 2 എണ്ണം എനിക്കും കഴിക്കാൻ വേണ്ടിയിട്ടാണ് 2 എണ്ണം ചുട്ടെടുത്തിട്ടുള്ളത്. വളരെ ഹെൽത്തി ആയിട്ടുള്ള ഈ റെസിപ്പി തീർച്ചയായിട്ടും നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് ചെയ്യണം. പിന്നെ നമ്മൾ ഫുഡിൽ മാത്രമല്ല, നമുക്ക് ഒരു അരമണിക്കൂർ എക്സസൈസും കൂടി ചെയ്തെങ്കിലാണ് നമുക്ക് ബെറ്റർ റിസൾട്ട് നമുക്ക് കിട്ടുള്ളൂ. പിന്നെ ബാക്കി വന്ന 2 ബോൾസ് ഉണ്ടല്ലോ, ആ മാവ് നമുക്ക് ഒരു കണ്ടെയ്നറിലാക്കിയിട്ട് മാറ്റി ഫ്രിഡ്ജിലേക്ക് വെച്ചാൽ മതി. പിന്നെ നമുക്ക് പിറ്റേ ദിവസം നമുക്ക് ഉണ്ടാക്കാൻ എടുത്താൽ മതി. അപ്പോൾ അത് വേസ്റ്റ് ആവില്ല. അപ്പോൾ അത് പിറ്റേ ദിവസത്തിൽ നമുക്ക് ഉപയോഗിക്കാം. അപ്പോൾ നമ്മളുടെ ചമ്മന്തി കൂട്ടിയിട്ട് നമുക്കിത് കഴിച്ച് നോക്കാം. വളരെ ടേസ്റ്റിയും വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ്. അപ്പോൾ ഇതുവരെ ട്രൈ ചെയ്യാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ട്രൈ ചെയ്യുക. നമ്മളുടെ ചാനൽ സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക.